യു മച്ചൂസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇറ്റ്സ് ലെറ്റ്സ് പ്ലേ സീരീസ് 14ാമത്തെ എപ്പിസോഡാണ്. സോ നമ്മൾ ഇന്ന് നമ്മുടെ വില്ലേജർ ട്രേഡിംഗ് ഹാളിൻ്റെ ഫ്രണ്ടിലത്തെ ബിൽഡ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകണേ. സോ നമുക്ക് നേരെ അങ്ങോട്ട് ബിൽഡ് ചെയ്യാം. അതിന് നമ്മുടെ ഒരു നമ്മുടെ ലീഡർ ബോർഡിൽ നമ്മുടെ ഈ ഒരു ബ്രോയുടെ പേരൊന്ന് ചെറുതായിട്ടൊന്ന് എഡിറ്റ് ചെയ്യാനുണ്ട്. ബ്രോ ഗൈസ് സോൺ സാർ വൈറ്റ് എന്നാണ്, ഞാൻ SR വൈറ്റ് എന്നാണ് അടിച്ചിട്ടത്. സോ നമുക്കൊന്ന് എഡിറ്റ് ചെയ്തുകൊണ്ട് തന്നെ തുടങ്ങാം. ആൻഡ് ഇന്നത്തെ നമ്മുടെ കമൻറ്റിൽ നമ്മുടെ ലീഡർ ബോർഡിൽ വരാൻ പോകുന്ന ആളുടെ പേര് അനഗ ആൻഡ് അദർവ് എന്ന് പറയുന്ന രണ്ട് പേരാണ് കമൻറ്റ് ചെയ്തിരിക്കുന്നത്. സോ അവരുടെ പേരാണ് നമ്മൾ ഇന്ന് ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഒരു ലീഡർ ബോർഡിലേക്ക്. അനഗ സ്പെല്ലിങ് കറക്റ്റ് അല്ലെങ്കിൽ അടുത്ത എപ്പിസോഡിലേക്ക് കറക്റ്റ് ആക്കിയുള്ളടാ. ഓക്കെ, അനഗ ആൻഡ് അദർവ്. ഓക്കെ, രണ്ടുപേരുണ്ട്. സോ നിങ്ങളുടെയും പേര് ഇതേപോലെ വരണമെങ്കിൽ നിങ്ങളും കമൻറ്റ് ചെയ്യുക ഗൈസ്. കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ പേരൊന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ഇട്ടോളാം ഗൈസ്. അവിടെ നമ്മുടെ ഈ ട്രേഡിംഗ് ഹാളിന് ഏകദേശം 13 ബ്ലോക്ക് സംതിങ് കണ്ട് നീളം വേണം. ഞാനതിപ്പോൾ കൂട്ടി നോക്കിയപ്പോഴാണ് അറിഞ്ഞത്. സോ നമുക്ക് അത്രയും കൂടെ ഒന്ന് മൈൻഡ് ചെയ്തിട്ട് കാണാം ഗൈസ്. ഫ്രണ്ടിലത്തെ 4 ബ്ലോക്ക് മൈൻഡ് ചെയ്ത് മാറ്റുക മാത്രമല്ല, നമ്മുടെ ഒരു പില്ലർ വരേണ്ട, അതായത് ആർച്ച് വരേണ്ട ഏരിയ നമ്മൾ മാർക്കും ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇവിടുന്ന് നമ്മൾ അപ്പുറം വരെയാണ്, നമ്മളിപ്പം ഇങ്ങനെ പൊങ്ങിയതേണ്ട അപ്പുറം വരെയാണ് നമ്മുടെ ആ ആർച്ച് സെറ്റ് ചെയ്യാൻ പോകുന്നത് ഗൈസ്. സോ അതിന് വേണ്ടിയുള്ള റിസോഴ്സിനെ ഞാൻ കളക്ട് ചെയ്യട്ടെ ഗൈസ്. അത് മാത്രമല്ല ഇവിടെ ഇച്ചിരി ഭാഗങ്ങളൊന്ന് ഇടിച്ച് നിരത്തട്ടെ. അതുകൊണ്ട് ഇതുകൂടെ മൈൻഡ് ചെയ്ത് നമുക്ക് മൈൻഡ് ചെയ്യേണ്ട ഫുൾ ഏരിയ നമ്മൾ മൈൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. സോ അങ്ങനെ നമ്മുടെ ഒരു ട്രേഡിംഗ് ഹാളിൻ്റെ ഫസ്റ്റിലത്തെ 4 വില്ലേജർക്ക് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഏരിയ നമ്മൾ മൈൻഡ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അത്യാവശ്യം ഇനി ഒത്തിരി നമുക്ക് അകത്തോട്ട് ബിൽഡ് ചെയ്യാൻ പോകണം ഗൈസ്. കാരണം ഏകദേശം ഒരു സൈഡിൽ തന്നെ ഞാൻ 15 വില്ലേജറിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല അകത്തോട്ട് വേണം ഗൈസ്. സോ അത് മനസ്സിലായല്ലോ ഗൈസ്. എന്തായാലും നമുക്കിനിയും ബാക്കി റിസോഴ്സിൽ ഒന്ന് കളക്ട് ചെയ്തിട്ട് കാണാം ഗൈസ്. ഞാനാണെങ്കിൽ നമ്മുടെ അയൺ ഫാമിൻ്റെ അടുത്ത് വന്നിട്ടാണ് മൈൻഡ് ചെയ്യുന്നത്. നമ്മുടെ അയൺ ഫാം കൂടെ അത്രയും നേരം ലോഡായി നിന്ന് ഇച്ചിരി അയണൊക്കെ കിട്ടട്ടെ എന്ന് പറഞ്ഞാണ്. സോ നിങ്ങൾ അതിൻ്റെ ഒരു ചെറിയൊരു ടൈം ലാപ്സ് ഉണ്ട് കേട്ടോ. ഗൈസ്, ഞാൻ ആ ടൈം ലാപ്സിൻ്റെ സുനാപ്ലേ ഓണാക്കിയിട്ടാണ്, പക്ഷേ റെക്കോർഡിങ്സ് ഒന്നും കിട്ടിയില്ല. എനിക്കെന്തോ പറ്റിയെന്ന് തോന്നുന്നു. പിന്നെ എന്തായാലും ഞാൻ റെക്കോർഡ് ചെയ്ത വീഡിയോ ഞാൻ ടൈം ലാപ്സ് ഒക്കെ ഇട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാം ഗൈസ്. ഓക്കെ, നമുക്കെന്തായാലും ഇതങ്ങോട്ട് ബിൽഡ് ചെയ്ത് തുടങ്ങാം ഗൈസ്, ഈ ഒരു ആർച്ചിൻ്റെ ഒരു ഏരിയ. സോ ഞാനൊരു ചെറിയ രീതിയിൽ ലുക്കുള്ളൊരു ആർച്ച് സെറ്റ് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാം ഗൈസ്. ഓക്കെ, ഞാനൊരു ചെറിയൊരു ആർച്ച് ലുക്ക് സെറ്റാക്കിയെന്നാണ് തോന്നണേ. നമുക്ക് നോക്കാം ഗൈസ്. ഓക്കെ, കുഴപ്പമില്ലാത്തൊരു ഗോപുരം പോലത്തെ ഒരു ആർച്ച് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. സോ ഇതിന് ഇനി എന്തെങ്കിലുമൊക്കെ നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് ഇച്ചിരൂടെ ലുക്കാക്കാൻ പറ്റുമെന്ന് നോക്കട്ടാ. എടാ, ഞാനാണെങ്കിൽ അത് കില്ലോ എന്നാണ് തോന്നണേ. ഞാൻ സ്ട്രിപ്പ് ചെയ്യുന്നുണ്ട്, എനിക്കറിയില്ല. കൂടെ ഇത് അതും പോയി. അടി, ഇത് വൃത്തികേടായി കഴിഞ്ഞാൽ തീർന്ന് നമ്മുടെ ബിൽഡെല്ലാം പോയി. എനിക്കറിയില്ല ഇത് വൃത്തിയാകുമെന്നാണ് തോന്നണേ. ഈ സ്ട്രിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്ത് നോക്കാമല്ലേ, അല്ലാതെ വേറെ എന്ത് ചെയ്യാൻ. ഞാൻ സ്ട്രിപ്പ് ചെയ്യാതാണ് ആദ്യം സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഞാൻ സ്ട്രിപ്പ് ചെയ്യുമ്പോഴാണ് മറ്റേ ഡീപ്പ് സ്ലൈറ്റുമായിട്ടൊന്ന് മെർജായി പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ സ്ട്രിപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചത്. എനിക്കിനി അറിയില്ല, സ്ട്രിപ്പ് ചെയ്തിട്ടെക്കാട് കുളവായ നിങ്ങൾ തന്നെ ഒന്നും പറയല്ലേ. തോന്നല്ലേ സത്യമായിട്ടും ഇത് തലമ്പാവും എന്നാണ് തോന്നണേ. ഓക്കെ, നമ്മൾ ഫുൾ സ്ട്രിപ്പ് ചെയ്തിട്ടുണ്ട്. ചെറുതായിട്ട് അലമ്പായെന്നാണ് തോന്നണത്. ഇത് നമുക്കെന്തായാലും കയറി നോക്കാം, എന്തെങ്കിലുമൊക്കെ ചെയ്യാടേ. എന്തായാലും നമുക്കിത് വെറുതെ വിടാൻ പറ്റത്തില്ല, വെറുതെ ഒരു ഗുഹ പോലെ ഉണ്ടാക്കിയിടാൻ പറ്റത്തില്ല. സോ നമുക്കെന്തായാലും ഇതുകൂടെ ഒന്ന് സെറ്റ് ചെയ്യാം. നമ്മുടെ ഒരു സ്ലാബ് വെച്ച് ഈ ഒരു സുനാപ്പിയും കൂടെ ഒന്ന് ചെയ്യട്ടെ. എൻ്റെ കയ്യിലുള്ള ബ്ലോക്കെല്ലാം തീർന്നു. ഉള്ളത് വെച്ച് ഞാൻ ഇത്രയും സെറ്റാക്കിയിട്ടുണ്ട് ഗൈസ്. ഞാനൊന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ടൊന്ന് കാണിക്കാം. ഇത് നൈസാവും. ഇതെന്തിരിത് കൊള്ളത്തില്ല. നമുക്ക് എഡിറ്റർ കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്തു. സോ ഇതങ്ങനെ വിട്ടാൽ കൊള്ളത്തില്ലല്ലോ. നിങ്ങളോടിരുന്ന് കാണിയാൻ എന്തൊക്കെ ചെയ്തേന്ന്. ബ്ലോക്ക് തീർന്നു, കുഴിച്ചു. സിൽക്ക് ടച്ചിട്ട് ഡീപ്പ് സ്ലൈഡ് ബ്രിക്ക് ഉണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ എഴുതി കുഴിക്കുന്നു. പിന്നെ പ്ലെയിൻ സർഫസ് മൈൻഡ് ചെയ്ത് മാറ്റി, അകത്ത് കെട്ടിപ്പൊക്കി. ഇവിടുന്ന് ചാടിയ ചാവോ? ഇല്ലായിരിക്കും. ഇല്ല, 2.5 ഹെർട്ട് പോയി. ടെസ്റ്റ് നമ്പർ 2 ഇവിടുന്ന് ചാടിയ ചാവോ? അതിന് മുമ്പ് ഇച്ചിരി ഫുഡ് അടിക്കട്ടെ. ഒന്ന് ചാടി നോക്കാം. ചാടിയ ചാവല്ലേ? കുഴപ്പമില്ല. ടെസ്റ്റ് നമ്പർ 3 ചാടച്ച 3 ഹെർട്ട്. ടെസ്റ്റ് നമ്പർ 4 ഒരു വാതിലും കുഴിച്ചിട്ടു. അരമണിക്കൂറത്തെ ഇത്രയും പണി കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾ ഈ കാണുന്ന രീതിയിലുള്ള ഈ ഒരു സെറ്റപ്പ് നമ്മൾ ഉണ്ടാക്കിയെടുത്തത്. സോ ഇനി നമുക്കൊരു ജനൽ ചെറിയ രീതിയിലൊന്ന് സെറ്റ് ചെയ്യാം ഗൈസ്. അതിന് നല്ലൊരു സ്പോട്ട് നമ്മൾ കണ്ടുപിടിച്ച് നല്ല രീതിയിലൊരു ജനൽ സെറ്റാക്കിയിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. വലിയ വട്ടത്തിലുള്ള ജനൽ സെറ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്, പക്ഷേ ഇച്ചിരൂടെ വലുതായിരുന്നു നമുക്ക് വട്ടത്തിലുള്ള ജനൽ സെറ്റ് ചെയ്യായിരുന്നു. ഇപ്പോൾ ഇച്ചിരി ചെറുതായിപ്പോയി ഗൈസ്.
എടാ ഏതോ ഒരു ജീവി തുറന്ന് നോക്കുന്ന പോലില്ലേ, മറ്റേ ഹൂ എന്ന് പറഞ്ഞ് ഇങ്ങനെ വിരാൻ നിൽക്കുന്നത്, ഗാസ്റ്റൊക്കെ ഇങ്ങനെ ബോളൊക്കെ വിടുന്നതിന് വിട്ട് അതേപോലെ ഉണ്ട് ഗൈസ്. ഗ്ലാസും വെച്ച് സെറ്റാക്കി ഞാനിവിടെ വേറൊരു സുനാപ്പിൾ ചെയ്യാൻ നോക്കുവാണ്. അതിനുള്ള എമറാൾഡ് ബ്ലോക്ക് തീർന്നു ഗൈസ്. നമ്മുടെ സുധി തൊട്ട് ഹെയർട്ടല്ല, ഒരു ഡയമണ്ട് ഒരു സെമ്പാണ് ചെയ്യാൻ നോക്കിയത്, ചുത്തില്ല ഗൈസ്. അതങ്ങനെ വിട്ടാൽ പറ്റത്തില്ലല്ലോ. നമ്മുടെ കയ്യിലുള്ള സുനാപ്പിൾ വെച്ച് നമ്മളൊരു ഡയമണ്ടിൻ്റെ ഒരു സെറ്റപ്പ് നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. കുഴപ്പമില്ലെന്നാണ് തോന്നണില്ലേ? ഒരു നൈസ് കുഴപ്പമില്ല. അതൊന്നുകൂടെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി 2 ട്രാപ്പ് ഡോർ വെച്ചു. ട്രാപ്പ് ഡോർ അടയ്ക്കാൻ വേണ്ടി 2 ലെവറും വെച്ചു ഗൈസ്. അത് ചെറുതായിട്ടൊരു ഇതില്ല ഗൈസ്, സുഖമില്ല. പക്ഷെ നമുക്ക് വേണമെങ്കിൽ ആ ലെവറിൽ നിന്ന് നമ്മുടെ വില്ലേജറിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഫ്രണ്ടിലത്തെ ഇത് സെറ്റ് ചെയ്യാം ഗൈസ്. എന്താ നമ്മുടെ ട്രാപ്പ് ഡോർ അത് സെറ്റ് ചെയ്യാം. അതൊരു ചെറിയൊരു ഐഡിയ ഉണ്ട് ഗൈസ്, നൈസായിരിക്കും അത്. നമുക്കിവിടെ സ്ലാബ് വെക്കാം ഗൈസ്, അതുകൂടെ ചെയ്യട്ടെ. ഓക്കെ, ഇപ്പം നൈസായിട്ടുണ്ട്. ഇപ്പോൾ ഒരു വട്ടം പോലെ വന്നുണ്ട് ഗൈസ്. ഇത് നൈസായിട്ടുണ്ട്. നടുക്കൊരു എമറാൾഡ് ബ്ലോക്ക് ആയിരുന്നല്ലേ, പക്ഷേ അതിനുള്ള ബ്ലോക്കുണ്ട്, എന്നാലും വെച്ചൊരു സുമാറില്ല ഗൈസ്. അതിൽ വൈറ്റിൻ്റെ ടച്ച് അങ്ങ് അത് വേണ്ട, നടുക്ക് അയൺ ബ്ലോക്ക് തന്നെ ഇരിക്കട്ടെ. ഓക്കെ, ഇനിയും നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 2 വാതിലൊക്കെ ഉണ്ടാക്കി നമ്മുടെ ഒരു ബിൽഡിങ് സംഭവത്തിന് നമുക്കൊന്ന് സെറ്റ് ചെയ്യണം ഗൈസ്, അറിയാലോ. എടാ ഞാൻ അതിനൊരു വട്ടം ടെക്സ്ചർ ആക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ട്. സോ നിങ്ങളത് എഡിറ്റർ അത് മായ്ച്ചു കളയൂ. എഡിറ്റർ അത് മായ്ച്ചു. പക്ഷേ ഇതെന്തൊരു ബിൽഡാണിത്, എന്താ ഇങ്ങനെ ഇരിക്കട്ടെ? എടാ അത് വേണ്ട, അത് നൈസല്ല. നമുക്കത് അതുകൂടെ മായ്ച്ചു കളയും എഡിറ്റർ. എഡിറ്റർ അതും മായ്ച്ചു. വെയിറ്റ്, അതുകൂടെ ഒന്ന് മായ്ക്കട്ടെ. അല്ല, അത് നിങ്ങൾ കാണിരുന്നു, എനിക്കങ്ങ് ഇനിയും പോയി മായ്ക്കാനൊന്നും. അങ്ങനെ വിട്ടാൽ പറ്റില്ല, നിങ്ങളത് കാണണ്ട. നമ്മൾ എഡിറ്റർ അത് മായ്ച്ചു. പിന്നെ ഇപ്പോൾ ബിൽഡ് നൈസായില്ലേ എന്നൊന്ന് നോക്കി പറ ഗൈസ്. ഫുഡൊന്നും അടിച്ചിട്ട് ഞം. ഓക്കെ, ഇനി നോക്ക്. വെയിറ്റ്, 2 കൂടെ കയറിയിട്ട്. ഓക്കെ, ഇപ്പം നൈസായിട്ടില്ലേ? സുധിയുടെ കൂട്ട് 2 ആർട്ട് അങ്ങനത്തെ സംഭവമൊന്നുമല്ല, നമ്മുടെ രീതിയിലുള്ള ഒരു ചെറിയൊരു ബിൽഡ്. ഇച്ചിരൂടെ വട്ടമാക്കായിരുന്നില്ലേ? അതെങ്ങനെയാണ് ഇനി വട്ടമാക്കുന്നത്? എന്തായാലും അതിന് നമുക്ക് അടുത്ത എപ്പിസോഡ് സെറ്റ് ചെയ്യാം. സോ ഇന്നത്തെ വീഡിയോ ഇത്ര ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സീ ഇൻ ദി നെക്സ്റ്റ് വീഡിയോ ഗൈസ്. പിന്നെ നിങ്ങളുടെ പേരുകളെ കമൻറ്റ് ചെയ്യുക. ബൈ. Yeah, I'm the king when I'm in the rain. I'm a G when I'm in the vein. Gone link pics on the middleman. Ain't nothing but a gold thing.